ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 3 ആണ്. തിയറം 3ൽ പറഞ്ഞിരിക്കുന്നത് കെ ഓഫ് ഇ വാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമുലയാണ്. ലെറ്റ് എസ് ബി ആൻ ഓറിയൻറ്റഡ് എൻഡ് സർഫസ് ഇൻ ആർ എൻ പ്ലസ് 1. ലെറ്റ് പി ബിലോങ്സ് ടു എസ് ആൻഡ് ലെറ്റ് കെ വൺ ഓഫ് പി, കെ ടു ഓഫ് പി, എക്സെട്ര കെ എൻ ഓഫ് പി ബി ദ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ഓഫ് എസ് അറ്റ് പി വിത്ത് കറസ്പോണ്ടിങ് ഓർത്തോഗണൽ പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻസ്. പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്ന് പറയുന്നത് എൽ പി വിയുടെ eigen values ആണ്. പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻ എന്ന് പറയുന്നത് എൽ പി വിയുടെ eigen vectors ആണ്, കറസ്പോണ്ടിങ് eigen vectors ആണ്. അപ്പോൾ ഇത് രണ്ടും ഗിവൺ ആണെങ്കിൽ എങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് നോർമൽ കർവേച്ചർ കെ ഓഫ് ഇ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കെ ഓഫ് വി ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കെ ഓഫ് ഇ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ കെ ഓഫ് വി എന്ന് പറയുന്നത് എൽ പി വി ഡോട്ട് വി ആണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കർവ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൽ പി വി ഡോട്ട് വി ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വി എന്ന് പറയുന്ന ഒരു ആർബിട്രറി വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്ടർ വി ബിലോങ്സ് ടു എസ് പി വിത്ത് നോം വി ഇസ് ഈക്വൽ ടു 1 ഇത്തരത്തിലുള്ള വി ഉപയോഗിച്ചാണ് നമ്മൾ കെ ഓഫ് വി നോർമൽ കർവേച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ബിലോങ്സ് ടു എസ് പി എന്നാണ്. വി ബിലോങ്സ് ടു എസ് പി. വി ബിലോങ്സ് ടു എസ് പി ആയതുകൊണ്ട് തന്നെ വിനെ നമുക്ക് V1, V2 എക്സെട്ര വി എൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതൊരു ബേസിസ് ഫോം ചെയ്യുന്നതുകൊണ്ട്. സോ V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര സി എൻ വി എൻ എഴുതാം. ഇത് n ഡയമെൻഷനിലാണ്, അതുകൊണ്ട് സി എൻ വി എൻ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള സി ഐ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സി ഐ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ടേക്ക് ദി ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് വി ഐ. വാട്ട് ഈസ് വി ഡോട്ട് വി ഐ? വി ഡോട്ട് വി ഐ എന്ന് പറയുമ്പോൾ ഇതിന് മൊത്തം വി ഐ വെച്ച് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ വി ഐസ് എല്ലാം ഓർത്തോ നോർമൽ ബേസ് ആയതുകൊണ്ട് തന്നെ വി ഐ മാത്രം 1 വരും, ബാക്കി എല്ലാം 0 ആണ്. സോ ദിസ് വിൽ ബി സി ഐ ടൈംസ് 1 വരും എന്ന് വെച്ചാൽ ഇത് സി ഐ തന്നെയാണ്. So this expression can be written as CI എല്ലാ CI ക്കും V dot VI എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ C1 can be replaced by V dot V1, C2 can be replaced by V dot V2, etc. So this expression takes the form V dot VI times VI. ഓരോ CI നെയും ഓരോ സ്കെയിലറിനെ നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വി ഡോട്ട് വി ഐ എന്താണ്? വി ഡോട്ട് വി ഐ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് നോ വി ഡോട്ട് ടൈംസ് നോ വി ഐ ടൈംസ് കോസ് തീറ്റ ഐ, where this theta is the angle between v and vi ആണ്. So this v dot vi can be replaced by cos theta എന്ന് പറയാം. So this takes the expression, അല്ലെങ്കിൽ arbitrary vector v belongs to sp takes the expression cos theta I times vi എന്ന് എഴുതാൻ പറ്റും. ആ കോഎഫിഷ്യൻസ് നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വി ഉപയോഗിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കെ ഓഫ് ഇ വാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കെ ഓഫ് ഇ വാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് എൽ പി വി dot v ആണ്. So first of all we evaluate LPV. LPV is LP of this sum. Since LP is linear, you can write this as summation cos theta I can be taken out from LPV. Then this is cos theta I times LPVI എന്നെഴുതാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് we need to evaluate K of E. What is K of E? K of E is equal to LPV dot V, which is equal to LPV എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ആണ്. സോ സമ്മേഷൻ കോസ് തീറ്റ ഐ എൽ പി വി ഐ ഡോട്ട് വി എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എൽ പി വി ഐ എന്ന് പറയുന്നത് eigen vector ആണ്, കറസ്പോണ്ടിങ് ടു കെ ഐ പി ആണ്. സോ ദിസ് എൽ പി വി ഐ ക്യാൻ ബി റിട്ടൺ ആസ് കെ ഐ പി ടൈംസ് വി ഐ എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ടേക്സ് ദ ഫോം സമ്മേഷൻ കോസ് തീറ്റ ഐ ടൈംസ് കെ ഐ P KIP times VI from the eigenvalue ആണ് KIP എന്ന് പറയുന്നത്. So LPVI can be written as this times VI. We need to take this dot V.
സോ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് സമ്മേഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതുകൊണ്ട് ഇതിന് ഡോട്ട് വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എഗെയിൻ വി ഐ ഡോട്ട് വി എന്താണ്? വി ഐ ഡോട്ട് വി എന്ന് പറയുന്നത് സെയിം ആസ് വി ഡോട്ട് വി ഐ, ദാറ്റ് ഇസ് കോസ് തീറ്റ ഐ. സോ ദിസ് ടേക്സ് ദ ഫോം സമ്മേഷൻ കോസ് തീറ്റ ഐ ടൈംസ് കെ ഐ ഓഫ് പി ടൈംസ് കോസ് തീറ്റ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ കെ വി ടേക്സ് ദ ഫോം സമ്മേഷൻ കോസ് തീറ്റ ഐ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഐ ടൈംസ് കെ ഐ ഓഫ് പി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കോസ് സ്ക്വയർ തീറ്റ ഐ. ഈ തീറ്റ ഐ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് വി ഡോട്ട് വി ഐ ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കെ ഓഫ് ഇ നോർമൽ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്നതിനേക്കാളും ആ ഫോർമുലയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? കെ ഐ ഓഫ് പി എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഈ കെ ഓഫ് ഇ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കെ ഓഫ് ഇയുടെ സൈനും കെ ഐ പിയുടെ സൈനും സെയിം ആണെന്ന് പറയാൻ പറ്റും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ കെ ഓഫ് ഇ നെഗറ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോർമൽ കർവേച്ചർ നോർമൽ കർവേച്ചർ വി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം കെ ഓഫ് പിയും പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അടുത്ത തിയറത്തിൽ നമുക്ക് അടുത്ത തിയറത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ആണുള്ളത്. ക്വാഡ്രാറ്റിക് ഫോം എന്താണ്, ഫണ്ടമെൻ്റൽ ഫോം എന്താണ്, അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വി ഐ ഡോട്ട് വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലെ ഒരു കോസ് തീറ്റ ഉപയോഗിച്ചു. ആ കോസ് തീറ്റ എന്ന് വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഡെഫിനിഷൻ എന്താണ് ഡയറക്ഷൻ കൊസൈൻസ് എന്നുള്ളത്. കോസ് തീറ്റ എന്ന് വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോമാണ്. അത് അസോസിയേറ്റഡ് വിത്ത് എനി സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ഓപ്പറേറ്റർ. എല്ലാ ലീനിയർ ഓപ്പറേറ്ററിനും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, പക്ഷേ സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ഓപ്പറേറ്റർ ആയിട്ടുള്ള എൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. തൽക്കാലം ഇതിൻ്റെ പേര് ക്വാഡ്രാറ്റിക് ഫോം എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ക്വാഡ്രാറ്റിക് ഫോം അസോസിയേറ്റഡ് വിത്ത് എൽ അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ, സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ക്യൂ ഓഫ് വി ഈസ് ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി എന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇത് റിയൽ നമ്പർ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്, ഇത് എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫംഗ്ഷൻ ഫ്രം വി ടു ആർ. ഓക്കെ, ഇത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ കേസിലെ ഡെഫിനിഷനാണ്. നമുക്കിവിടെ എല്ലിന് പകരം എൽ പി ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്നവർ ക്വാഡ്രാറ്റിക് ഫോമാണ്. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് വി ഡോട്ട് വി, വേർ എൽ ഇസ് എ ലീനിയർ ഓപ്പറേറ്റർ വിച്ച് ഇസ് സെൽഫ് അഡ്ജോയിൻറ്റ്. അടുത്തെന്ന് പറയുന്നത് ഡെഫിനിഷൻ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നാണ്. ഇത് നമ്മൾ വിളിക്കുന്നത് എസ് എന്നാണ്, എസ് പി ഓഫ് വി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോം കറസ്പോണ്ടിങ് ടു അല്ലെങ്കിൽ റിലേറ്റഡ് ടു അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് എൽ പി. എൽ പി എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്വാഡ്രാറ്റിക് ഫോം എല്ലാ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്ററിനും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൽ പി എന്ന് പറയുന്ന സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോമിന് നമ്മൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നാണ് പറയുക. ഓക്കെ, സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നുള്ളതാണ് ഈ ക്വാഡ്രാറ്റിക് ഫോം അസോസിയേറ്റഡ് വിത്ത് വെയിൻ ഗാർട്ടൻ മാപ്പ്. ഇത് നമ്മൾ ശരിക്കും നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇത് വെയിൻ ഗാർട്ടൻ മാപ്പ് എന്നാണ്. ഓക്കെ, വെയിൻ ഗാർട്ടൻ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിനെയാണ് നമ്മൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഇനി നമ്മൾ എൽ പി വി ഡോട്ട് വി ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കർവ്, ഇനി പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു എസ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ആൽഫ ടു ഡിഫൈൻ or evaluate this second fundamental form or K of E. So നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത് K of E എന്നാണ്, നോർമൽ കർവേച്ചേഴ്സ് എന്നാണ്. അപ്പോൾ നോർമൽ കർവേച്ചേഴ്സ് വരുന്നത് ഓരോ ഡയറക്ഷനിലുള്ള കർവേച്ചേഴ്സ് ആണ്. അപ്പോൾ എൽ പി വി ഡോട്ട് വി എന്ന് പറയുന്ന കർവേച്ചറിനെ നമ്മൾ ഇനി സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമാണ് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും നമ്മളപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്താണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എസ് അറ്റ് പി എന്ന് പറയുന്നത് അതും ഒരു ക്വാഡ്രാറ്റിക് ഫോമാണ്. അതിനെ നമ്മൾ താൽക്കാലികമായിട്ട് ഐ പി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്നുള്ളത് നമ്മൾ ഐ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഐ പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോം അസോസിയേറ്റഡ് വിത്ത് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ.
നമുക്കറിയാം ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ഓഫ് വി ഈസ് ഈക്വൽ ടു വി ആണ്. ഇതാണ് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എസ് പി എസ് പിയിലേക്കുള്ള ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണിത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം അത് ഐ ഓഫ് വി ഡോട്ട് വി ആയിരിക്കും. ഓക്കെ, ഐ ഓഫ് വി ഡോട്ട് വി, അത് ഇൻഫാക്ട് വി ഡോട്ട് വി. ഓക്കെ, സോ ദാറ്റ് ഈസ് നോം വി സ്ക്വയർ. അപ്പോൾ നോം വി സ്ക്വയറിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമും നമുക്ക് അറ്റ് പി അല്ലെങ്കിൽ സർഫസിലെ ഒരു പോയിന്റ് പി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. രണ്ടും ക്വാഡ്രാറ്റിക് ഫോംസ് ആണ്, കറസ്പോണ്ടിങ് ടു ടിപ്പിക്കൽ സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത് എൽ വി ഡോട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ടേംസിൽ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് ക്യൂ ഓഫ് വി ക്യൂ ഓഫ് വി ഈസ് ഈക്വൽ ടു എൽ വി ഡോട്ട് വി ആണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്, കറസ്പോണ്ടിങ് ടു എൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ടു എൽ. സോ ഇതിൽ നിന്ന് തിരിച്ചപ്പോൾ എൽ ഉപയോഗിച്ച് നമുക്ക് ക്യൂ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ക്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാം? എൽ വി ഡോട്ട് വി ഇവാലുവേറ്റ് അല്ലെങ്കിൽ എൽ വി ഡോട്ട് ഡബ്ല്യു ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂവിൻ്റെ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം എൽ ഉപയോഗിച്ചും എല്ലിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ക്വാഡ്രാറ്റിക് ഫോം ഉപയോഗിച്ചും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഒരു റിമാർക്കായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എപ്പോഴാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുക? ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ക്യൂ ഓഫ് വി ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ വി നോട്ട് ഈക്വൽ 0. ഓക്കെ, സ്വാഭാവികമായിട്ടും വി 0 ആയി കഴിഞ്ഞാൽ എൽ ഓഫ് 0 ഡോട്ട് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 അല്ലാത്ത ഏത് വി എടുത്തു കഴിഞ്ഞാലും എൽ ഓഫ് വി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നും, അതേപോലെ എൽ ഓഫ് വി ലെസ് ദാൻ 0 ഫോർ എവരി വി നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നും. ഇനി വെറും ഡെഫിനിറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കണം. ഇനി ഇൻഡെഫിനിറ്റ് എന്ന് വിളിക്കണമെങ്കിൽ അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവാൻ പാടില്ല, നെഗറ്റീവ് ഡെഫിനിറ്റ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ചില നോൺ സീറോ വിക്ക് അത് പോസിറ്റീവ് ആയിരിക്കും, ചില നോൺ സീറോ വിക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഒരേ സമയം പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നോ അല്ലെങ്കിൽ ഒരേ സമയം ഗ്രേറ്റർ ദാൻ 0 എന്നോ ഒരേ സമയം ലെസ് ദാൻ 0 എന്നോ പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അത്തരം ആൾക്കാരെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം എന്ന് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അത് ഒരേ സമയം പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി അലൗ ദം ടു ബി 0. ഓക്കെ, അല്ലെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഫോം 0യും കൂടെ വരാം നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിന് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് പറയാം. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് നമ്മളതിന് പോസിറ്റീവ് ഡെഫിനിറ്റ്. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. അതേപോലെ തന്നെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആണ്. ഇനി വെറും സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കണം. ഇതാണ് ക്വാഡ്രാറ്റിക് ഫോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ കർവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്ലെയിൻ കർവിൻ്റെ ഒരു കർവേച്ചർ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കർവേച്ചർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, കർവേച്ചർ നമ്മൾ അവിടെ കാപ്പ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാപ്പ ഓഫ് ആൽഫ ഡിഫൈൻ ചെയ്തത് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആൽഫ ഡബിൾ ഡോട്ട് ടി ഡോട്ട് എൻ ഓഫ് പി ഒക്കെ വെച്ചാണ്, എൻ ഓഫ് ആൽഫ ഓഫ് ടി പി വെച്ചാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാപ്പ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഗ്രേറ്റർ ദാൻ 0, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും ഇതും ഈ പറഞ്ഞ ആക്സലറേഷൻ വെക്ടറും നോർമൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആണെന്നും, അപ്പോൾ ഇത് നോർമൽ ഇങ്ങനെയാണെങ്കിൽ നോർമലിൻ്റെ ഡയറക്ഷനിലേക്ക് ഈ കർവ് അല്ലെങ്കിൽ ഇതിൻ്റെ കർവിനെസ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, ഇത് പോസിറ്റീവ് ആണെങ്കിൽ. അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണ് ഇതിൻ്റെ വാല്യൂ എങ്കിൽ നമുക്ക് പറയാൻ പറ്റാതെ എവേ ഫ്രം ദി നോർമൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നോക്കി നോർമൽ കർവേച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ സർഫസിലെ നോർമൽ കർവേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സർഫസിൻ്റെ കർവിനെസ് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ നോർമൽ കർവേച്ചറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതുന്ന നേരത്തെ എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഓഫ് ഇ വാലുവേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ പറഞ്ഞത് സമ്മേഷൻ കോസ് സ്ക്വയർ തീറ്റായി ടൈംസ് കെ ഐ ഓഫ് പി ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഡയറക്ഷനിലും ഈ കെ ഓഫ് വി നമ്മൾ ഓരോ ഡയറക്ഷനിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സർഫസ് എങ്ങനെയാണെങ്കിൽ ആ സർഫസിന് ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കർവേച്ചർ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കർവേച്ചറാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു സർഫസാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ
നമുക്കറിയാം ഈ പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള കർവേച്ചർ ആയിരിക്കില്ല വേറെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ വി നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതിനനുസരിച്ച് ഈ കർവേച്ചർ മാറിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും കർവേച്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും പാരാമീറ്ററൈസ്ഡ് കർവ് തന്നെയാണ്. ഇതാണ് ഫോർമുല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ ഡബിൾ ഡോട്ട് ടി ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി ഇത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കർവേച്ചർ ഇവിടെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കർവേച്ചർ പോസിറ്റീവ് ആണെങ്കിൽ അത് ടുവേർഡ്സ് നോർമലും ഈ പറയുന്ന കർവേച്ചർ ആ ഡയറക്ഷനിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കെ ഓഫ് ഇ എന്ന് പോസിറ്റീവ് ആണെങ്കിൽ ആ ഡയറക്ഷനിൽ സർഫസിൻ്റെ കർവിനെസ് എന്ന് പറയുന്നത് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. അല്ല ലെസ് ദാൻ 0 ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ ഡയറക്ഷനിലും കെ ഓഫ് ഇ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ കർവേച്ചർ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ ഓൾ ഐ എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ആ സമയത്ത് ഈ നോർമൽ കർവേച്ചർ പോസിറ്റീവ് ആയിരിക്കും. അത് എല്ലാ ഡയറക്ഷനിലും കെ ഐ ഓഫ് പി പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും പ്രിൻസിപ്പൽ കർവേച്ചർ പോസിറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ സർഫസ് മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ സർഫസിൻ്റെ ഏത് ഡയറക്ഷനിലൂടെ മൂവ് ചെയ്താലും അത് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. ഓക്കെ, അതേപോലെ ലെസ് ദാൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ബെൻഡ് ചെയ്യും. അങ്ങനെയുള്ള ജോമെട്രി നമുക്ക് ഇവിടുന്ന് കെ ഓഫ് ഇയുടെ ടേംസിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കെ ഓഫ് ഇയുടെ ടേംസ് എന്ന് പറയുന്നത് കെ ഐ ഓഫ് പിയുടെ ടേംസിലാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്ന് പറയുന്ന നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ സൈൻ നോക്കി നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സർഫസ് എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നുള്ള സ്റ്റഡി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന് ശേഷം ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട തിയറം 4 ആണ്. തിയറം 4 പറഞ്ഞിരിക്കുന്നത് ഓൺ ഈച്ച് കോമ്പാക്ട് ഓറിയൻറ്റഡ് എൻ സർഫസ്. നമ്മൾ എടുക്കുന്ന സർഫസ് കോമ്പാക്റ്റ് ആണെങ്കിൽ ഒരു പോയിന്റിലെങ്കിലും സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SP ഓഫ് ഇ എന്ന് അതിനെ വിളിക്കുക. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു ദ ക്വാഡ്രാറ്റിക് ഫോം അസോസിയേറ്റഡ് വിത്ത് LP ആണ്. അപ്പോൾ LPV ഡോട്ട് വി ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടെത്താൻ പറ്റും അവിടെ എന്തായിട്ട് ഈ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്താ പറയുക ഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഫോം ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഒരു പോയിന്റ് P എങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അടുത്ത തിയറം 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സർഫസിനെ നമ്മൾ കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സർഫസിനെ നമുക്കൊരു വലിയ സ്ഫിയറിനകത്ത് എൻക്ലോസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മളൊരു ഇനഫ് റേഡിയസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക സൈസുള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ആ സ്ഫിയറിനകത്ത് ഈ എസ്സിനെ എൻക്ലോസ് ചെയ്യുക. ആൻഡ് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടെത്താൻ പറ്റും. ആ പോയിന്റിൽ ഈ സ്ഫിയറും ഈ പറയുന്ന സർഫസും കൂടെ ടച്ച് ചെയ്യും. ഓക്കെ, ആ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആയിട്ട് കിട്ടുന്ന പോയിൻ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജോമെട്രിക്കലി എഴുതണം. നമ്മളിതിനെ ജോമെട്രിക്കലി പറഞ്ഞാൽ പോലെ നമുക്ക് ഇത് ഓൾജിബ്രയ്ക്കലി എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആദ്യമേ ഡിഫൈൻ ചെയ്യും. ആ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് x1 x2 എക്സെട്ര xn+1 വെച്ചാൽ rn+1 എന്ന് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ഇതാണ് x1² + x2² + എക്സെട്ര xn² തരും, xn+1² തരും. എന്ന് വെച്ചാൽ ജിയുടെ ലെവൽ സെറ്റുകളെല്ലാം സ്ഫിയേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ജി ഇൻവേഴ്സ് ഓഫ് എനി സി ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നത് സ്ഫിയേഴ്സ് ആയിരിക്കും. ആ സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് സ്ഫിയറാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ rn+1 മൊത്തം ഡിഫൈൻ ചെയ്യും. സോ ഇൻ പർട്ടിക്കുലർ യു ക്യാൻ കൺസിഡർ ജി ഫ്രം S to R. അപ്പോൾ S to Rലേക്കുള്ള ഫംഗ്ഷനാണ് ജി എങ്കിൽ ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എസ് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് ഈ എസ്സിൽ മാക്സിമം അറ്റൈൻ ചെയ്യും, മിനിമം അറ്റൈൻ ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യും. അങ്ങനെ എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റുകളിൽ ഉള്ള പ്രത്യേകത അവിടെ ലെഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ തിയറം വർക്ക് ചെയ്യുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ ഫോർ എക്സ്ട്രീമാണ് നമ്മൾ കഴിഞ്ഞ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ലെഗ്രാഞ്ചർ മൾട്ടിപ്ലയർ തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പി എങ്കിലും കണ്ടെത്താൻ പറ്റും സച്ച് ദാറ്റ് ജി ഓഫ് പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ക്യൂ ഫോർ ഓൾ ക്യൂ ബിലോങ്സ് ടു എസ്. എന്ന് വെച്ചാൽ എസ്സിലുള്ള എല്ലാ പോയിന്റ്സിലും മാക്സിമം അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജി വാല്യൂ മാക്സിമം വരുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ എന്ത് ഹോൾഡ് ചെയ്യും, ആ പോയിന്റിൽ ലെഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ ഡെൽ ജി പിയും
ഈ പറയുന്ന ഡെൽ എഫ് പിയും തമ്മിൽ ഒരേ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് അത്രയേ ഉള്ളൂ. സർഫസിൻ്റെ നോർമലും ഈ പറയുന്ന സ്ഫിയറിൻ്റെ നോർമലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. അത് രണ്ടിനും ഡെൽ ജി പി എന്നും ഡെൽ എഫ് പി എന്ന് വിളിക്കുക. അപ്പോൾ അത് തമ്മിൽ ഒരേ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഒരേ സബ്സ്പേസിലാണ്, വൺ ടൈം സബ്സ്പേസിലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ലാംഡ ടൈംസ് ഡെൽ എഫ് ഓഫ് പി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി ഓൾറെഡി നമ്മളൊരു ഓറിയൻറ്റഡ് എൻ സർഫസ് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നോർമൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡെൽ എഫ് പിയുടെ ഡയറക്ഷനിലായതുകൊണ്ട് ഇതിന് നമുക്ക് മ്യൂ ടൈംസ് എൻ ഓഫ് പി എന്നും വിളിക്കാം. ഓക്കെ, അത് നോർമലിൻ്റെ ഡയറക്ഷനും അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇത് മ്യൂ ടൈംസ് എൻ ഓഫ് പി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർഫസ്, നമ്മൾ എടുത്തിരിക്കുന്ന സർഫസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണെങ്കിൽ നമുക്ക് ഈ എഫിൻ്റെ ഡെൽ എഫ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് നോർമലിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഈ പറയുന്ന കണക്റ്റഡ് കോമ്പാക്ട് ഓറിയൻറ്റഡ് ടെൻ സർഫസുകളെല്ലാം നമ്മൾ ഈ പറയുന്ന നോർമൽ വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അവസാനത്തെ രണ്ട് ഇക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് നോം എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിലെ നോം എന്ന് പറയുന്നത് മോഡ് മ്യൂ ഇൻറ്റു 1 ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലെ നോം എന്ന് പറയുന്നത് നോം അല്ലെങ്കിൽ മോഡ് ലാംഡ ഇൻറ്റു ഈ പറയുന്ന മോഡ് ഡെൽ എഫ് ആയിരിക്കും. അപ്പോൾ മോഡ് മ്യൂ ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ ടൈംസ് നോം ഡെൽ എഫ് ഓഫ് പി. രണ്ട് സ്ഥലത്തും നമ്മൾ നോം എടുക്കുമ്പോൾ ഇതാ നമുക്ക് കിട്ടാൻ പറ്റും. സോ മ്യൂവിനെ എങ്ങനെ എഴുതാൻ പറ്റും? മ്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ ടൈംസ് ഡെൽ എഫ് ഓഫ് പി എന്ന് ആരെഴുതാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ മ്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മ്യൂ ഇൻ ടേംസ് ഓഫ് ലാംഡ ആൻഡ് ഡെൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ മ്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി ഓറിയൻറ്റേഷൻ ഓഫ് എസ്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് ഓറിയൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. ഓക്കെ, മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് എടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ്. അപ്പോൾ മ്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണെന്നുള്ള കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ടേക്ക് മ്യൂ ലെസ് ദാൻ 0. ഓക്കെ, സോ ഈ മ്യൂവിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത്. അപ്പോൾ മ്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ മ്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് മോഡ് മ്യൂ എഴുതാൻ പറ്റില്ലേ? എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സിനെല്ലാം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലസ് ഓർ മൈനസ് ലാംഡ ടൈംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈനസ് മോഡ് മ്യൂ എന്നുള്ളതിന് പകരം ഇപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൈനസ് മ്യൂ ടൈംസ് എൻ ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. എന്താ കാരണം? ഇതിന് നമുക്ക് മൈനസ് മോഡ് മ്യൂ ടൈംസ് നോം എൻ ഓഫ് പി എന്ന് എഴുതാം. കാരണം എൻ എന്ന് പറയുന്നത് യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡ് അല്ലേ. അപ്പോൾ എൻ ഓഫ് പിയുടെ നോം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. ഇത് എന്തിനാ ഇങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കാനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് മൈനസ് നോം ഓഫ് മ്യൂ ടൈംസ് എൻ ഓഫ് പി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ഈ പറയുന്ന രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മ്യൂ ടൈംസ് എൻ ഓഫ് പി എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ എഴുതിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇതിനെ നമുക്ക് ജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിന് മൈനസ് ഡെൽ ജി അല്ലെങ്കിൽ ഇതിൻ്റെ നോം എന്ന് പറയുന്നത് മൈനസ് നോം ഡെൽ ജി ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതുള്ളൂ. കാരണം ജി ഇവിടെ ഉണ്ട്, ഡെൽ ജി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഡെൽ ജി എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ x1 ഡോ ജി ബൈ ഡോ x2. ആ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഡോ ജി ബൈ ഡോ x1 അത് 2x1 ആണ്, അടുത്ത് 2x2 ആണ്, എക്സെട്ര 2xn plus 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് പി കോമ എഗെയിൻ എന്തെങ്കിലും എഴുതാം. ഇത് x1 x2 xn plus 1 ആണ്, ഇത് പി തന്നെയാണ്. സോ ദിസ് ഇസ് 2 ടൈംസ് പി എന്ന് വരും. അപ്പോൾ ആ 2 ടൈംസ് പി എന്നുള്ളത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 2 ടൈംസ് നോം പി എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാ, മ്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2 ടൈംസ് പി എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് എഴുതാം? ഈ പറയുന്ന ഫസ്റ്റും ലാസ്റ്റും ഇക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഡെൽ ജി പി is equal to മ്യൂ ടൈംസ് എൻ ഓഫ് പി. അതിൽ മ്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ദെൻ വാട്ട് ഈസ് എൻ ഓഫ് പി? ദാറ്റ് എൻ ഓഫ് പി ക്യാൻ ബി റിട്ടൺ ആസ് 1 ബൈ മ്യൂ ടൈംസ് ഡെൽ ജി പി എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിൽ മ്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 1 ബൈ 2 ടൈംസ് നോം പി ആണ്. ഓക്കെ, മൈനസ് 1 ബൈ 2 ടൈംസ് നോം പി ടൈംസ് ഡെൽ ജി പി ആണ്. ഓക്കെ, ഡെൽ ജി പി ഓൾറെഡി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ്? 2 ടൈംസ് പി കോമ പി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ നോം പി 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ടൈംസ്
പി കോമ പി ഇതൊരു വെക്ടറാണ്, പിയിലുള്ളൊരു വെക്ടറാണ്. ആ പി എന്നുള്ള വെക്ടറിനെ നോം പി വെച്ച് ഡിവൈഡ് ചെയ്യുക, മൈനസ് നോം പി വെച്ച് ഡിവൈഡ് ചെയ്യുക. അത് കിട്ടുന്ന എന്താണോ അതാണ് എൻ ഒ പി. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ വെക്ടർ ഫീൽഡ് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നോർമൽ വെക്ടർ ഫീൽഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ടേക്ക് എ വി ഫ്രം എസ് പി. ഓക്കെ, കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജി ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ജി മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് പി ആണെന്നുള്ളതാണ്. ആ പിനെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് പി എന്ന് അല്ലെങ്കിൽ സർഫസിലെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ ടാൻജൻറ്റ് സ്പേസ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിലെ ടാൻജൻറ്റ് സ്പേസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ നോർമൽ കർവേച്ചറിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫണ്ടമെൻ്റൽ ഫോം പോസിറ്റീവ് ആണോ ഡെഫിനിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കെ ഓഫ് ആണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫോം. അപ്പോൾ കെ ഓഫ് ഇ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മ്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഈ കെ ഓഫ് ഇ, അത് എപ്പോഴും പോസിറ്റീവ് എന്നോ അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് എന്നോ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി സ്റ്റാർട്ട് വിത്ത് വി ബിലോങ്സ് ടു എസ് പി. പി ലൊക്കേറ്റ് ചെയ്താൽ അവിടുത്തെ എസ് പിയിൽ ഒരു വി എടുക്കുക സച്ച് ദാറ്റ്, കാരണം നമുക്ക് നോ കെ ഓഫ് ഇ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വി ടേക്ക് എ വി സച്ച് ദാറ്റ് നോം വി ഇസ് ഈക്വൽ ടു 1. നോം വി ഇസ് ഈക്വൽ ടു 1 ആയിട്ടുള്ള ഒരാളെടുത്താൽ നമ്മൾ എങ്ങനെ ഇവിടെ കെ ഓഫ് ഇവാലുവേറ്റ് ചെയ്യും? വി നീഡ് ടു ടേക്ക് ദ പാരാമീറ്ററൈസ്ഡ് കർവ്. ലെറ്റ് ആൽഫ ഫ്രം ഐ ടു എസ് ബി എ പാരാമീറ്ററൈസ്ഡ് കർവ് സച്ച് ദാറ്റ് ആൽഫ ഡോട്ട് അറ്റ് ടി നോട്ട് എന്തായിരിക്കണം? വി ആയിരിക്കണം. ആൽഫ ഒബ്വിയസ്ലി ആൽഫ ഓഫ് ടി നോട്ട് പി ആയിരിക്കും. ഓക്കെ, ആൻഡ് ആൽഫ ഓഫ് ടി നോട്ട് എന്തായിരിക്കണം? പി ആയിരിക്കണം. Then we can say that G composition alpha, consider G composition alpha. So this will be a function from I to R. എന്നുവെച്ചാൽ R നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ ഈ കോമ്പോസിഷൻ കൺസിഡർ ചെയ്യാം. ആൽഫയുടെ ഡൊമൈൻ ജിയുടെ കോ ഡൊമൈൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇൻ ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ ജി മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് പി ആണെങ്കിൽ ഉറപ്പായിട്ടും ആൽഫ ജി കോമ്പോസിഷൻ ആൽഫയിലും മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ത് തന്നെയായിരിക്കും? ആൽഫ ഓഫ് ടി നോട്ട് ആയിരിക്കും. ഓക്കെ, കാരണം ആൽഫ ഓഫ് ടി നോട്ട് ആണ് പി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അറ്റ് ടി നോട്ട് ജി കോമ്പോസിഷൻ ആൽഫ അറ്റൈൻസ് ഇസ് മാക്സിമം. എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ജി കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി നോട്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ജി കോമ്പോസിഷൻ ആൽഫ ഓഫ് എനി ടി ബിലോങ്സ് ടു ഐ. ഈ ഒരു റിയൽ വാല്യൂ ഫംഗ്ഷനിൽ ടി നോട്ടിൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ജി കോമ്പോസിഷൻ ആൽഫയുടെ ഡെറിവേറ്റീവ്. ഓക്കെ, ആ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് മാക്സിമം അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, ഇതിൻ്റെ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ജി കോമ്പോസിഷൻ ആൽഫ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? അറ്റ് ടി നോട്ട് കേട്ടോ. അറ്റ് ടി ഈക്വൽ ടു ടി നോട്ടിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഈ പറഞ്ഞ കെ ഓഫ് ഇ വാല്യൂറ്റ് ചെയ്യാൻ പറ്റും. സോ 0 ആണ് വലുതാരേക്കാൾ 0 greater than or equal to second derivative of this. Okay, d square by dt square at t is equal to t naught g composition alpha. Okay, g composition alpha of t. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ബി നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് ജി കോമ്പോസിഷൻ ആൽഫ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി ഇനി ഒരു ഡെറിവേറ്റീവ് കൊണ്ട് എടുക്കണം അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട്. ദാറ്റ് വിൽ ബി ഡെൽ ജി ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ടി ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഡെൽ ജി ആൽഫ ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെൽ ജി ഓഫ് പി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ആണ്. അപ്പോൾ സോ ദാറ്റ് വിൽ ബി ഡി ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട്. ദെൻ വി ടേക്ക് ദ വാല്യൂ ഓഫ് ഡെൽ ജി എന്ന് പറയുന്നത് ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് 2 times. ഓക്കെ, 2 times p ആണ്. അപ്പോൾ വി റൈറ്റ് ദിസ് as 2 times ആൽഫ ഓഫ് ടി ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി. കാരണം ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടിയിൽ കൊടുത്ത് ടി നോട്ട് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി 2 times. ഓക്കെ, 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി എന്ന് വെച്ചാൽ ആൽഫ ഡോട്ട് അതായത് നോം ആൽഫ ഓഫ് ടി നോം ആൽഫ ഡോട്ട് ടി സ്ക്വയർ വരും. ഓക്കെ, അറ്റ് ടി നോട്ട് കേട്ടോ, ടി നോട്ട് സ്ക്വയർ വരും ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് അറ്റ് ദ പോയിന്റ് ആൽഫ ഓഫ് ടി നോട്ട് we will get alpha double dot t. Okay, alpha dot t naught, we write this as alpha of t naught എന്ന് പറയുന്ന വെക്ടറും പിന്നെ ഡോട്ട് ആൽഫ ഡോട്ട് ടി നോട്ട് എടുക്കണം. ഇതായിരിക്കും ഇതിൻ്റെ
ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഡബിൾ ഡോട്ട്. ദിസ് ഇസ് ഡബിൾ ഡോട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇൻറ്റു ദിസ്, ദെൻ ദിസ് ഇൻറ്റു ദിസ് ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡോട്ട് വരും, ഡോട്ട് വരുന്നുണ്ട് വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിൻ്റെ വെക്ടറായിട്ട് എഴുതി. ഇത് അടുത്ത ആക്സലേഷൻ വെക്ടറാണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നോം ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ദിസ് വിൽ ബി 2 ടൈംസ് ഫസ്റ്റ് ടൈം 1 വരും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ടി നോട്ട് കോമ ആൽഫ ഓഫ് ടി നോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എൻ ഓഫ് പി എന്താണ്, ദാറ്റ് ഈസ് -1/p ടൈംസ് ദിസ്. അപ്പോൾ ആൽഫ ഓഫ് ടി നോട്ട് ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് ആൽഫ ഓഫ് ടി നോട്ട്, പിക്ക് ഒരു ആൽഫ ഓഫ് ടി നോട്ട് കൊടുക്കുക. സോ ആൽഫ ഓഫ് ടി നോട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, we replace this by minus this times minus alpha of t naught. Okay, norm of alpha of t naught times n of p എന്ന് എഴുതാം. Okay, n of alpha of t naught, n of p എന്ന് പറഞ്ഞാൽ n of alpha of t naught ആണ്. So we can replace this quantity by this one. Okay, അപ്പോൾ ഇത് p ആണ്. അപ്പോൾ nom p times n of p dot ആക്സലേഷൻ വെക്ടർ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട്. ഇത് ഈ പറയുന്ന ക്വാണ്ടിറ്റി എൻ ഓഫ് പി ഡോട്ട് ആൽഫ ടി നോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ടി നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കർവേച്ചർ. സോ ദിസ് വിൽ ബി 2 ടൈംസ് 1 മൈനസ് നോം പി ഇൻറ്റു കെ ഓഫ് വി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണ്, ഇപ്പോൾ കെ ഓഫ് വിയും ഒരു പർട്ടിക്കുലർ കെ ഓഫ് വി എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ കെ ഓഫിനെ കണ്ടെയ്നിങ് എക്സ്പ്രഷൻ <0 എന്ന് കിട്ടി. ഓക്കെ, സോ ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് കെ ഓഫ് വി. ദിസ് ഇസ് ഓൾവേസ് <0, നമ്മൾ <0 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ദിസ് ക്വാണ്ടിറ്റി ഇസ് <0. സോ ഫ്രം ദിസ് യു ക്യാൻ സോൾവ് കെ ഓഫ് വി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 നോം പി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോം പി ഉറപ്പായിട്ടും പോസിറ്റീവാണ്. സോ ദിസ് വിൽ ബി കെ ഓഫ് വി ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ എവറി വി. അപ്പോൾ എല്ലാ വീക്കും കെ ഓഫ് വി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവിടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഓക്കെ എസ് പി എന്ന് പറയുന്നതാണ് ഡെഫിനിറ്റ് എന്ന് പറയാൻ പറ്റും. ഇത് മ്യൂ <0 എന്ന് അസ്യൂം ചെയ്താണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, മ്യൂ <0 ആണെങ്കിൽ എന്ന് സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി മ്യൂ >0 ആണെങ്കിൽ ഇതേപോലെ തന്നെ നേരെ തിരിച്ച് കെ ഓഫ് ഈസ് ഓൾവേസ് <or equal to 1 നോം പി -1 നോം പി എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം അത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്താണെന്ന് പറയാൻ പറ്റും, ഒരു ഡെഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് എല്ലായ്പ്പോഴും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് തിയറം 4 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഡെഫിനിഷനാണ് ഗൗസ് ക്രോണക്കർ കർവേച്ചർ. നോർമൽ കർവേച്ചർ എന്ന് പറഞ്ഞു, നമ്മളെന്താണ് ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിറ്റർമിനൻ്റ് ഓഫ് എൽ ഓഫ് പി ആണ്, എൽ പി വെയിൻകാർട്ടൻ മാപ്പാണ്. ഓക്കെ, ഈ വെയിൻകാർട്ടൻ മാപ്പിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് വെയിൻകാർട്ടൻ മാപ്പിൻ്റെ ഏഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ആണ് ശരിക്കും, പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ്. ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് കെ ഓഫ് പി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഇഫ് n = 2 ആണെങ്കിൽ ഇതിൽ 2 പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ K1 ഓഫ് പിയുടെയും K2 ഓഫ് പിയുടെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്ത് പറയുന്നത് ഈ കെ ഓഫ് പി എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ആ സമയത്ത് n2 ആവുന്ന കേസിൽ നമുക്ക് 2 ഏഗൻ വാല്യൂസേ ഉണ്ടാവുള്ളൂ. അത് ഈക്വൽ ആവാം, ഡിസ്റ്റിങ്ക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റിന് നമുക്ക് കെ ഓഫ് പി ഗോസ് ക്രോണക്കർ കർവേച്ചർ തന്നെ പറയാം. പക്ഷേ n = 2 ആകുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഗോസിയൻ കർവേച്ചർ എന്നാണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് ഗോസിയൻ കർവേച്ചർ എന്നാണ് ഈ ടിപ്പിക്കൽ കേസിൽ. ഓക്കെ, ഗോസിയൻ കർവേച്ചർ. അതേപോലെ തന്നെ ഈ പറയുന്ന കർവേച്ചേഴ്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ കർവേച്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, 1/n ടൈംസ് ദ ട്രേസ് ഓഫ് എൽ പി. ഓക്കെ, എന്ന് വെച്ചാൽ സം ഓഫ് ഏഗൻ വാല്യൂസ് എന്നൊക്കെ വിളിക്കാം. എന്ന് വെച്ചാൽ 1/n ടൈംസ് സം ഓഫ് കെ ഐ ഓഫ് പി. ഈ കെ ഓഫ് പി എന്ന് പറയുന്നത് ആക്ച്വലി സം ഓഫ് കെ ഐ ഓഫ് പി എന്ന് പറയുന്നത് ആക്ച്വലി ട്രേസ് ഓഫ് എൽ പി ആണ് കേട്ടോ. ട്രേസ് ഓഫ് എൽ പി എന്ന് പറയുന്നത് എൽ പിയുടെ ഓപ്പറേറ്റർ ആണല്ലോ. എൽ പിയുടെ മെട്രിക്സ് എടുക്കുക, അതിൻ്റെ ഏഗൻ വാല്യൂസിൻ്റെ സം. ഓക്കെ, അല്ലെങ്കിൽ ഡയഗണൽ എൻട്രീസിൻ്റെ സം. ഏഗൻ വാല്യൂസിൻ്റെ സമം ഡയഗണൽ എൻട്രീസിൻ്റെ സമം എല്ലായ്പ്പോഴും സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ട്രേസ് ഓഫ് എൽ പി എന്ന് വിളിക്കാം.
അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് മീൻ കർവേച്ചർ എന്നാണ്. ഓക്കെ, ഇതിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക ഗൗസിയൻ കർവേച്ചറിനെ ഡിനോട്ട് ചെയ്യുക കെ ഓഫ് പി തന്നെ ആണെങ്കിലും മീൻ കർവേച്ചറിനെ അല്ലെങ്കിൽ 1/n ടൈംസ് ട്രേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് ഓഫ് പി എന്നാണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് മീൻ കർവേച്ചർ എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് ടിപ്പിക്കൽ കേസുകൾ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഡിറ്റർമിനൻറ്റും ഒന്ന് ട്രേസും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് മീൻ കർവേച്ചർ എന്നാണ്, ഡിനോട്ടഡ് ബൈ എച്ച് ഓഫ് പി. ഓക്കെ, കർവേച്ചർ. ഈ രണ്ട് മൂന്ന് ഡെഫിനിഷൻസും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ കർവേച്ചറിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ആവറേജ് വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എല്ലാം ഏഗൻ വാല്യൂസ് അതിനെല്ലാം സം ചെയ്ത് n വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഈ പറയുന്ന ഫോർത്ത് തിയറം കഴിഞ്ഞിട്ടുള്ള ഒരു റിമാർക്കായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. തിയറം 5 എന്ന് പറയുന്നത് എങ്ങനെയാണ് കെ ഓഫ് പി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കെ ഓഫ് പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പറയുന്ന കെ ഓഫ് പി ഇവാലുവേറ്റ് ചെയ്യാം ഡയറക്റ്റ്ലി? അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന എൽ പി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൽ പിയുടെ ഐഗൻ വാല്യൂസ് ആണ് ഈ പറയുന്ന അതിൻ്റെ പ്രോഡക്റ്റാണ് ഈ പറയുന്ന കെ ഓഫ് പി. സോ എങ്ങനെ നമുക്കിത് നോർമൽ വെക്ടർ ഫീൽഡ് നമുക്ക് ഇസഡ് ബൈ നോം ഇസഡ് തന്നു, പിന്നെ v1 v2 എക്സെട്ര v എന്ന് പറയുന്നത് ഒരു ബേസിസ് ഫോർ എസ് പി തന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് കെ ഓഫ് പി? അപ്പോൾ ഇതിന് നമ്മളൊരു കാര്യം റെഫറൻസ് ആയിട്ട് വേണ്ടത്, നമുക്കറിയാം ഈ v1 v2 vn എന്നെല്ലാം പറയുന്നത് RPn+1 മെമ്പേഴ്സ് ആയിരിക്കും. കാരണം എസ് പി എന്ന് പറയുന്ന ടാൻജൻറ്റ് സ്പേസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് പിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ v1 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ദാറ്റ് വിൽ ബി p. അറ്റ് ദ പോയിന്റ് p we have v1 v2 or we can write this is the components of v1 as v11 v12 v13 etc. v1n എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ v1n+1 കാരണം ഇതെല്ലാം RPn+1 മെമ്പറാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും n+1 കോർഡിനേറ്റ്സ് കാണാൻ പറ്റും v1ന്. ഓക്കെ, പി കൂടാതെ p, n+1 കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. അതുപോലെ v2 എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അറ്റ് ദ പോയിന്റ് p വി ഹാവ് കമ്പോണൻസ് v21 രണ്ടാമത്തെ വെക്ടറിൻ്റെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. v22 എക്സെട്ര ഫൈനലി വി ഹാവ് v2n+1. ഇതിനും n+1 കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഓരോന്നിനും n+1 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇത്തരത്തിലുള്ള നമ്മുടെ അടുത്ത് ഇപ്പോൾ vn വരെ ഉള്ളൂ. നമുക്കൊരു n+1 ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ n+1 വെക്ടേഴ്സ് ഇങ്ങനെ w1 w2 എക്സെട്ര wn+1 ഉണ്ടായിരുന്നെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എ ഡിറ്റർമിനന്റ് യൂസിങ് ദ കമ്പോണൻസ് ഓഫ് w1 w2 എക്സെട്ര wn+1. ശരി, vn വരെ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഹാവ് ഓൺലി vn1 vn2 എക്സെട്ര vn+1 എന്ന് വെച്ചാൽ കോളംസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വെക്ടർ പാർട്ടുകൾ ഇങ്ങനെ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് n റോസും n+1 കോളംസും ഉണ്ടാവും. അതേസമയം n+1 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ n+1 റോസും n+1 കോളംസും ഇതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുകൊണ്ട് ഇതിൽ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളൊന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീനിയർ ആൾജിബ്രൈക് അപ്രോച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് v1 v2 vn എന്ന് പറയുന്ന ഒരു n-ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണ്. അപ്പോൾ ഒരു v1 എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് LPV എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. SP എന്ന് SP-യിലേക്കാണ്. ഇപ്പോൾ SP-യുടെ ഒരു ബേസ് എടുത്താൽ LPV1 എന്ന് പറയുന്നതിന് വീണ്ടും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? v1 v2 vn ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. വെച്ചാൽ a11 v1 പ്ലസ് a21 v2 പ്ലസ് എക്സെട്ര an1 vn എഴുതാൻ പറ്റും. സിമിലർലി യു ക്യാൻ റൈറ്റ് LPVN. ഓക്കെ, ഇത് നമുക്ക് എന്ത് എഴുതാം? a1n v1 പ്ലസ് എക്സെട്ര എക്സെട്ര ലാസ്റ്റ് വി ഹാവ് ann vn. ശരിക്കും ഇങ്ങനെ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് ഡിഫൈൻ ചെയ്ത AIJനെയാണ് നമ്മൾ അതായത് ഫസ്റ്റ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. LPV1ൻ്റെ കോർഡിനേറ്റ്സ് എടുത്ത് ഫസ്റ്റ് കോളമായിട്ട് സെറ്റ് ചെയ്യുക, രണ്ടാമത്തെ റോയിൽ നിന്നുള്ള കോഎഫിഷ്യൻ്റ് സെക്കൻഡ് കോളമായിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ കോളമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് AIJനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് LP റിലേറ്റീവ് ടു ദ ബേസിസ്. ഈ ബേസിസിനെ നമ്മളൊരു B എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് ടു ദ ബേസിസ് P എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തിനാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് LP എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്
ഈ പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ ഐ ജി ഇവാലുവേറ്റ് ചെയ്താണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഐ ജി അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എൽ പി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെ ഓഫ് പി എന്ന് പറയുന്നത്. അപ്പോൾ കെ ഓഫ് പി വാല്യൂറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് വളരെ റെലവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ്, അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം എങ്ങനെയാണ് ഈ മെട്രിക്സ് എന്നുള്ളത്. ഈ പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ ഐ ജെ എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് ഓഫ് എ ജെ ഐ എന്ന് പറയുന്നതെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതും കെ ഓഫ് പി തന്നെ തരും, കാരണം എയുടെ ഡിറ്റർമിനന്റും എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനന്റും സെയിം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നോർമൽ വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. V1 V2 Vn ഒരു ബേസ് ഉണ്ട് എസ് പിയുടെ. ദെൻ യു ക്യാൻ ഇവാലുവേറ്റ് കെ ഓഫ് പി ആസ് -1 ടൈംസ് -1 raised to n times determinant of this divided by norm z of p raised to n. z of p എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഫീൽഡ് അല്ല. z of p ഡിവൈഡഡ് ബൈ നോം z of p ആണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇതിൻ്റെ നോം എന്ന് പറയുന്നത് 1 ആണെന്ന് നിർബന്ധമില്ല. സോ ദിസ് റേസ് ടു n ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് V1 V2 എക്സെട്ര Vn. അപ്പോൾ നമുക്കറിയാം V1 V2 Vn എടുത്തുകൊണ്ട് ഒരു ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ യൂസ് ദിസ് z of p. എന്നാലേ നമുക്ക് n+1 വെക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. n+1 വെക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ഡിറ്റർമിനന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റെഫറൻസ്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന വെക്ടർ നോർമൽ വെക്ടർ ഫീൽഡിൽ നിന്നാണ്. വെച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൂഫായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന n എന്ന് പറയുന്നത് n ഓഫ് പി എന്താണ്, z ഓഫ് പി ഡിവൈഡഡ് ബൈ നോം z ഓഫ് പി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വാട്ട് ഈസ് z ഓഫ് പി, z ഓഫ് പി ഇസ് ഈക്വൽ ടു നോം ഓഫ് z ടൈംസ് n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് z is nothing but norm of z times n എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഫോമിലേക്ക് വരുന്നത് നമ്മൾ വി വിൽ ഇവാലുവേറ്റ് എ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ്, ഓക്കെ, നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽ V1 z del V2 z etc. del Vn z along with z of p. ഇപ്പോൾ നമുക്കറിയാം ഡെൽ V1 z എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽ V1 ദാറ്റ് സ്കേലാർ ഫംഗ്ഷൻ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ z എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഡെൽ V1 z എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു വെക്ടർ ആയിരിക്കും. കാരണം V1 P എന്ന് പറഞ്ഞ പോയിന്റിലായതുകൊണ്ട് തന്നെ ഇതൊരു n+1 കമ്പോണൻസിലുള്ള ഒരു വെക്ടർ ആയിരിക്കും. ഇതും n+1 കമ്പോണൻസിലുള്ള വെക്ടർ ആയിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ ആദ്യത്തെ n അല്ലെങ്കിൽ ഈ V1 V2 Vn ഡെൽ V1 ഡെൽ V2 എന്ന് പറയുന്നതെല്ലാം n+1 കമ്പോണൻസിലുള്ള വെക്ടർ ആയിരിക്കും. along with z of p. z of p ഒരു n+1 കമ്പോണൻസിലുള്ള വെക്ടർ ആയിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിത് ഡെൽ V1 ഇവാലുവേറ്റ് ചെയ്യാൻ ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് z-നെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ദിസ് ഡിറ്റർമിനന്റ് ഇസ് എക്സാക്ട്ലി ദ സെയിം ആസ് വി റീപ്ലേസ് ദ വാല്യൂ ഓഫ് z വിത്ത് നോം z ടൈംസ് n. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും, ഡെൽ V നോം z n ആവും. ഓക്കെ, along with z. ഇതായിരിക്കും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ z-നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ഡെൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡെൽ എന്ന് പറയുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സോ ദിസ് വിൽ ബി ഫസ്റ്റ് ടേം വിൽ ബി ഡെൽ V1 നോം z ടൈംസ്, നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോം z സ്കേലാർ ആണ്, അതുകൊണ്ട് ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ദിസ് ടൈംസ് n ഓഫ് p എന്ന് വരും. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം ഈ ഇപ്പോൾ f ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഡെൽ V1 നോം z ടൈംസ് n ഓഫ് p. ഓക്കെ, പ്ലസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റുള്ള രണ്ടാമത്തെ ടേം, അത് നോം z ഓഫ് p ടൈംസ് നോം z ടൈംസ് ഡെൽ V1 n വരും. ഓക്കെ, ഡെൽ V1 n വരും. ഇതേപോലെ ഓരോ ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഈ പറഞ്ഞ ഡെൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എക്സെട്ര എക്സെട്ര, ദ ലാസ്റ്റ് വിൽ ബി ഡെൽ Vn നോം z ടൈംസ് n ഓഫ് p പ്ലസ് നോം z ടൈംസ് ഡെൽ Vn, ഇതെല്ലാം Vn ആണ് കേട്ടോ, Vn n വരും. ഓക്കെ, അവസാനം നമുക്ക് എന്തുണ്ടാവും, ഒരു z ഓഫ് പി ഉണ്ടാവും. z ഓഫ് പിയിൽ ഡെൽ വി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട. വേണമെങ്കിൽ z ഓഫ് പിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, z ഓഫ് പിനെ നോം z ഓഫ് പി ടൈംസ് n ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, n റീപ്ലേസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ എഴുതുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ, ഇതിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഓരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ഡിറ്റർമിനൻ്റ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ഉദ്ദേശം. ഇതിൽ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ഇതിനെ 2 ഡിറ്റർമിനൻ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ നമ്മൾ 0+ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയെല്ലാം 0 എന്നും അല്ലെങ്കിൽ ആദ്യത്തെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്ലസ്. നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് വിൽ ബി ഡിറ്റർമിനൻ്റ് ഓഫ് norm z del v1n etc norm z del vnn along with this norm z times n. ഇങ്ങനെ നമുക്ക് 2 ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ, ഈ പറയുന്ന ഇവിടെ നമുക്ക് del vn ടൈം del vn norm z ടൈംസ് n of p ഉണ്ട്. പക്ഷേ അവസാനത്തെ റോ മൊത്തം 0 ആയതുകൊണ്ട് ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ബാക്കി എന്ത് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ, ഇത് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ. ഇത് റിമൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൽ എല്ലാ റോയിലും മോഡിസെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ n റോസിൽ നിന്നും മോഡിസെറ്റ് കോമൺ ആയിട്ട് എനിക്ക് ഔട്ട്സൈഡ് എഴുതാം. ഓരോ റോയിൽ നിന്നും നമുക്ക് കോമൺ ടേം ഔട്ട്സൈഡ് എഴുതാൻ പറ്റും ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഔട്ട്സൈഡ് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ n റോസിനെ ഔട്ട്സൈഡ് എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി മോഡ് z റൈസ് ടു n ടൈംസ് ഡിറ്റർമിനൻ്റ് ഓഫ്, ബാക്കി എന്ത് വരും, del v1n എക്സെട്ര del vnn. ഇവിടെ നല്ല നമ്മൾ നോമിസിട്ട് പുറത്തെഴുതി. റിമൈനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വീണ്ടും ഞാൻ ഈ പറഞ്ഞ നോമിസെറ്റിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ z ഓഫ് p എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, ആ z ഓഫ് p മാത്രമായിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ പറയുന്ന നോം z ഓഫ് പിനെ n ടൈംസ് പുറത്ത് എഴുതാം. ഓരോ റോയിൽ നിന്നും പുറത്ത് എഴുതാൻ പറ്റി. അപ്പോൾ n ടൈംസ് പുറത്ത് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് del v1n del v2n എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഷേപ്പ് ഓപ്പറേറ്റർ del lpv എന്ന് പറയുന്നത് എന്താണ്, മൈനസ് del vn ആണ് ബൈ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ക്വാണ്ടിറ്റിനെയും -lpv1 -lpv2 അങ്ങനെ ഓരോന്നിനെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വീണ്ടും ഒരു മൈനസ് സൈൻ പുറത്തെഴുതി കഴിഞ്ഞാൽ ഒരു n ടൈംസ് -1 ഔട്ട്സൈഡ് വരും. സോ ദിസ് ബിക്കംസ് -1 റൈസ് ടു n mod norm z റൈസ് ടു n. then the remaining will be determinant of ആദ്യത്തെ ടൈം lp of v1 etc lp of vn. okay, finally we have z of p. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടോ, ഈ പറഞ്ഞ ഓരോന്നിനെയും -lp1 എന്ന് എഴുതാം, മൈനസ് ഔട്ട്സൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്, lpv1 എന്താണ്, അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് lpv1, ഇവിടെ തുടക്കത്തിൽ lpv1 എന്ന് പറയുന്നത് that will be a11 v1 plus a21 v2 plus etc an1 v1 ആണ്. ഓക്കെ, അപ്പോൾ ഈ lpv1 lpv2 lpvn എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഇത്തരത്തിലുള്ള സമ്മാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് 2 അല്ലെങ്കിൽ -1 റൈസ് ടു n നോം z റൈസ് ടു n ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന മാട്രിക്സിനെ 2 മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. ആ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്, ഒന്ന് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മാട്രിക്സ്. ഓക്കെ, ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ എൻട്രീസ്, അതിലെ ഒരു റോയും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 0 ലാസ്റ്റ് എൻട്രി 1, അതേപോലെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് 0 0 ലാസ്റ്റ് എൻട്രി 1. ഓക്കെ, ദിസ് ടൈംസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, v1 v2 എക്സെട്ര vn z ഓഫ് p. ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് എന്താ വരിക, എ ട്രാൻസ്പോസ് ആണ് ഇവിടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസിലെ n എൻട്രീസ് പിന്നെ 0. അപ്പോൾ എ ട്രാൻസ്പോസിലെ n എൻട്രീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, a11 a21 aij എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ്. അപ്പോൾ a11 a21 എക്സെട്ര അതായിരിക്കും ഫസ്റ്റ് n എൻട്രീസ് ഓഫ് എ ട്രാൻസ്പോസ് എല്ലാം വിത്ത് 0. അതിനെ ഈ v1 v2 vn z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻട്രി 0 ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, z ഓഫ് p ഇൻറ്റു 0 എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും, a11 v1 a21 v2 a22 a31 v3 എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാണ്ടിറ്റി കിട്ടും. അതാണ് lpv. അതിനെയാണ് നമ്മൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ lpv1 എന്ന് പറയുന്നതൊക്കെ n+1 കമ്പോണൻസ് ഉള്ള ആൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് lp1 വരും,
ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് എന്ത് വരും? LPV2 വരും. അതുപോലെ അവസാനത്തെ റോ എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും എല്ലാം 0 ആണ്, ലാസ്റ്റ് എൻട്രി മാത്രം 1. അവിടെ എന്ത് വരും? Z(p) വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് എന്നുള്ളതിനെ ഡിറ്റർമിനന്റ് ഓഫ് രണ്ട് മെട്രിക്സുകൾ, ഇതെല്ലാം n+1/n+1 മെട്രിക്സ് ആണ് കേട്ടോ. രണ്ടും n+1/n+1 മെട്രിക്സ് ആണ്. ഇതിലും n+1 കമ്പോണൻസ് ഉണ്ടാവും, ഇവിടെയും n+1 കമ്പോണൻസ് ഉണ്ടാവും. ആക്ച്വലി എയിൽ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് n/n ആണ്. അതിൽ ഒരു റോയും ഒരു കോളും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് n+1/n+1 ആണ്. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനന്റ് കിട്ടി കഴിഞ്ഞാൽ ഇത് ഡിറ്റർമിനന്റ് ഓഫ് AB ഫോമിലാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എന്താ എഴുതാം? -1/n നോം Z(n) ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് A ട്രാൻസ്പോസ് 0 0 0 എല്ലായിടത്തും 0, ലാസ്റ്റ് റോയും കോളും അവസാനത്തെ എൻട്രി മാത്രം 1, ബാക്കിയെല്ലാം 0. അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനന്റ് തന്നെയായിരിക്കും. ഓക്കെ, കാരണം 1 വെച്ച് ഡിറ്റർമിനന്റ് വാല്യൂറ്റ് ചെയ്താൽ അത് A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും. ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ദിസ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് V1 എക്സെട്ര Vn along with Z. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്ത ഡിറ്റർമിനന്റ് ഓഫ് del(V1 Z) എക്സെട്ര del(Vn Z) Z(p) എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിറ്റർമിനന്റ് ഓഫ് Aij അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് Aj എന്ന് പറയുന്നതൊക്കെ K(p) ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഈ K(p) ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ബിക്കംസ് -1/n നോം Z(n). ഇതിന് നമ്മൾ എന്ത് എഴുതും? K(p). ഓക്കെ, ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദ സെയിം തിങ് V1 എക്സെട്ര Vn Z. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? K(p) വാല്യൂറ്റ് ചെയ്യാം. ഈ ഫോമിലാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് K(p) എന്ന് പറയുന്നത് -1 to the power n ഡിറ്റർമിനന്റ് ഓഫ് ദിസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ -1/n ഇൻറ്റു ദിസ് ഡിറ്റർമിനന്റ്. ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ദെൻ ഡിനോമിനേറ്റർ വിൽ ബി നോം Z(p)(n) ഡിറ്റർമിനന്റ് ഓഫ്. ഓക്കെ, അതാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. നോം Z(p)(n) ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? K(p). വാട്ട് ഈസ് K(p)? K(p) ക്യാൻ ബി റിട്ടൺ ആസ് -1/n കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ -1/n. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ -1/n വരും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ്, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ഓക്കെ, ദിസ് ഇസ് del(V1 Z). ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡിറ്റർമിനന്റ് ആണ് അത്. del(V2 Z) എക്സെട്ര എക്സെട്ര del(Vn Z). then finally Z(p). okay, this is the left side, this divided by ബാക്കിയുള്ള ക്വാണ്ടിറ്റി. ഇത്രയാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റി. അതിനെ നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. സോ ഡിനോമിനേറ്ററിൽ Z(n) then determinant of the right side determinant will be V1 V2 etc. Vn along with Z(p). സോ ഇതാണ് ഈ തിയറത്തിൽ, അഞ്ചാമത്തെ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫോർമുല. ഇനി നമുക്ക് ലാസ്റ്റ് തിയറം 6 കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള തിയറം 6 ആണ്. തിയറം 6ൽ പറഞ്ഞിരിക്കുന്നത് എസ് ഒരു കോമ്പാക്ട് കണക്റ്റഡ് ഓറിയന്റഡ് എൻ സർഫസ് ആണ്. ദെൻ ദ ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന് വെച്ചാൽ K(p) എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് K1 K2 എക്സെട്ര K എന്ന് പറയാം. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് at P നോൺ സീറോ ഫോർ ഓൾ P. ഏത് P എടുത്താലും അതിൻ്റെ പ്രോഡക്റ്റ് നോൺ സീറോ ആണെങ്കിൽ, K(p) നോൺ സീറോ ആണെങ്കിൽ, K1 K2 Knകളുടെ പ്രോഡക്റ്റ് നോൺ സീറോ ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അല്ലെങ്കിൽ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് എസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും ഡെഫിനിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇങ്ങനൊരു സർഫസ് ഉണ്ടെങ്കിൽ, ഒരു എസ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ, ഈ SP-യിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെ LP എന്ന് വിളിക്കും. SP-ന്ന് SP-യിലേക്കാണ്. ഈ LP എന്ന് പറയുന്നൊരു സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്ററാണ്. ഈ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്വാഡ്രാറ്റിക് ഫോം ഉണ്ടാവും. ആ ക്വാഡ്രാറ്റിക് ഫോമിനാണ് നമ്മൾ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് P എന്ന് വെച്ചാൽ SP ഓഫ് V എന്ന് പറയുന്നത് LPV .V. ഇതാണ് അറിയപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? നോർമൽ കർവേച്ചർ. K(v) ആ പോയിന്റിലെ നോർമൽ കർവേച്ചർ എന്ന് പറഞ്ഞ് വിളിക്കാറുള്ളത്
ഈ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും ഡെഫിനിറ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു പി ഫിക്സ് ചെയ്താൽ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി ഓർ കെ ഓഫ് വി ലെസ് ദാൻ 0 ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി. ഈ രണ്ട് കാര്യങ്ങൾ ഒരെണ്ണം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഡെഫിനിറ്റ് എന്ന് പറയുക. ഇതിലൊരെണ്ണം സംഭവിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഡെഫിനിറ്റ് എന്ന് പറയാൻ പറ്റും ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ. അപ്പോൾ ദിസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? കെ ഓഫ് പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, K1 ഓഫ് പി K2 ഓഫ് പി എന്നുള്ള പ്രോഡക്റ്റ് അതെന്താണെന്ന് പ്രൂവ് ചെയ്യണം? നോൺ സീറോ ഫോർ ഓൾ പി ബിലോങ്സ് ടു എസ്. സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഈ പ്രോപ്പർട്ടി, ഇതൊരു ഗ്ലോബൽ പ്രോപ്പർട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് നമ്പർ ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞാൽ ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. എല്ലാ കെ ഓഫ് വികളും എന്താ പറയുക, ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 എല്ലാ വിക്കും. ഇത് ഒരു പി ഫിക്സ് ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചിരിക്കും എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് കെ ഓഫ് പി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു നമുക്ക് എല്ലാ പിക്കും കെ ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 പ്രൂവ് ചെയ്യാൻ വി ഫിക്സ് പി ബിലോങ്സ് ടു എസ്. ദെൻ കൺസിഡർ K1 ഓഫ് പി K2 ഓഫ് പി, ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് കെ ഓഫ് പി എക്സെട്ര Kn ഓഫ് പി. ഇതെന്ന് പറയുന്നത് ഇൻഫാക്ട് these are nothing but K of V1, K of V2 etc. K of Vn. നമ്മൾ eigen വെക്ടേഴ്സിൻ്റെ ടേംസിലൊക്കെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. K of Vn ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ if you assume this K of V greater than 0 for all V, then we can say that these are all greater than 0 എന്ന് പറയാൻ പറ്റും. ഇൻ പർട്ടിക്കുലർ അതായത് എല്ലാ വിക്കും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ V1 V2 Vn ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതിനർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ദിസ് ഓർ ദിസ്. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ K1 ഓഫ് പി K2 ഓഫ് പി എന്നൊക്കെ പറയുന്നത് മിനിമം eigen വാല്യൂസ് ആണ്. അത് ഏറ്റവും ചെറിയ eigen വാല്യൂ, രണ്ടാമത്തെ eigen വാല്യൂ, അങ്ങനെ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നതാണ് eigen വാല്യൂസിന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് ആണ് V1 V2 Vn. ഓക്കെ, അപ്പോൾ എല്ലാ കെ ഓഫ് വികളും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻ പർട്ടിക്കുലർ K1 ഓഫ് പി K2 ഓഫ് പി എന്ന് പറയുന്ന eigen വാല്യൂസും എന്തായിട്ട് പറയാൻ പറ്റും? ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഈ കെ ഓഫ് V1 എന്ന് പറയുന്നതിൻ്റെ eigen വാല്യൂ ആണ് ഈ K1 ഓഫ് പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കെ ഓഫ് V1 കെ ഓഫ് V2 എക്സെട്ര കെ ഓഫ് Vn എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് eigen വാല്യൂസ് ഈ പറയുന്ന K1 ഓഫ് പി K2 ഓഫ് പി എക്സെട്ര അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഇതിൻ്റെ പ്രോഡക്റ്റ് K1 ഓഫ് പി എക്സെട്ര Kn ഓഫ് പി എന്ന് പറയുന്ന എല്ലാം എന്തായിരിക്കും? പ്രോഡക്റ്റും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ K ഓഫ് പി എന്ന് പറയുന്നതായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ഇത് എല്ലാ വിക്കും ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്താൽ ഇത് ഹോൾഡ് ചെയ്യും. അതിൻ്റെ മീനിങ് അത്രേ ഉള്ളൂ. നമ്മളൊരു പി എന്ന് പറയുന്ന പോയിന്റ് എസ് എടുക്കുക, അവിടെയുള്ള ഏറ്റവും ചെറിയ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ eigen വാല്യൂ കൺസിഡർ ചെയ്യുക. വേറെ ക്യൂ എന്ന് പറയുന്ന ഒരു എസ്സിലെ പോയിന്റ് എടുക്കുക, അത് അവിടെയുള്ള ഏറ്റവും ചെറിയ eigen വാല്യൂ കൺസിഡർ ചെയ്യുക. അതാണ് ഈ പറയുന്ന K1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ K1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എസ്സിൽ നിന്ന് ആറിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. K1 ഓഫ് വി എന്ന് പറയുന്നത് നമുക്കറിയാം LPV ഡോട്ട് വി ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, സ്മൂത്ത് ഫംഗ്ഷൻസിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. LPV എന്ന് പറയുന്നത് തന്നെ മൈനസ് ഡെൽ വി ആണ്. അപ്പോൾ അത് അത്ര സ്മൂത്ത്നെസ് ഒക്കെ അതിന് കിട്ടും. അപ്പോൾ ഈ K1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ, അല്ലെങ്കിൽ K1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ എന്തായിട്ട് മാറി? ദിസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എന്ത് കിട്ടി? S2. ഓക്കെ, എസ് എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റഡ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ള സർഫസിൽ നിന്നുള്ള ഒരു ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് മാറി. അപ്പോൾ ഈ K1 എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എന്തായിട്ടാണ്? പോസിറ്റീവാണ്. ഇനി ഈ K1 ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഓക്കെ, കാരണം K1 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ K1 ഓഫ് ഏതെങ്കിലും ഒരു വാല്യൂ സം Q എന്നുള്ളത് ലെസ് ദാൻ 0 സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? K1 ക്യൂവിൽ ലെസ് ദാൻ 0 ആണ്, പിയിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ K1 ഓഫ് എസ് കൺസിഡർ ചെയ്യുക. ഇത് ഉറപ്പായിട്ട് ആറിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ, കാരണം ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ K1 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഒരു കണക്റ്റഡ് സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ K1 ഓഫ് പി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ K1 ഓഫ് ഏതെങ്കിലും ഒരു ക്യൂ ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ, ഇവിടെ K1 ഓഫ് ക്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ചൂസ് എ പോയിന്റ് പി പ്രൈം. ഓക്കെ, ഒരു K1 ഓഫ് പി എന്ന് പറയുന്ന പോയിന്റിൽ അത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം K1 ഓഫ് എസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആവണം. ഒരു നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ അറ്റൈൻ ചെയ്താൽ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂ അറ്റൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ K1 ഓഫ് പി എന്താവേണ്ടി വരും? 0 ആവേണ്ടി വരും.
എന്നുവെച്ചാൽ വി ക്യാൻ k1 of p എന്ന് പറഞ്ഞാൽ k1 of p prime എന്ന് വിളിക്കാം. k1 of p prime എന്നുള്ളത് 0 ഫോർ സം p prime belongs to s. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ k of p prime കണ്ടുപിടിക്കുന്ന സമയത്ത് k1 of p prime k2 of p prime ഒക്കെ പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ k of p prime, അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം k of p നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് k of p നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് കോൺവേഴ്സ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് 0 എന്നൊരു പോയിന്റ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു ക്യൂവിൽ ഈ പറയുന്ന k1 of q ലെസ് ദാൻ 0. അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല എന്ന് വെച്ചാൽ വി ക്യാൻ സേ ദാറ്റ് k1 of p ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ p ബിലോങ്സ് ടു s എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ k1 of p ആണ് ഏറ്റവും ചെറിയ ഐഗൻ വാല്യൂ. ഇനി അപ്പോൾ k2 of p യും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഫോർ ഓൾ p. അതേപോലെ എക്സെട്ര kn of p യും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ p ആയിരിക്കും. സോ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? k1 of p ഇൻറ്റു k2 of p ഇൻറ്റു എക്സെട്ര kn of p എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഫോർ ഓൾ p ബിലോങ്സ് ടു s. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന k1 of p യും k2 of p യും എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം k1 of അല്ലെങ്കിൽ സോറി ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ പ്രോഡക്റ്റ് അല്ല, ഇത് ഈ ഓരോ ക്വാണ്ടിറ്റിയും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? k of v1 greater than 0, k of v2 greater than 0, k of vn greater than 0 for all p belongs to s. എല്ലാ ടാൻജൻറ്റ് സ്പേസിലും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഓരോ k of v1 k of v2കളെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ഹോൾ v k of v greater than 0 for all v belongs to sp for all p എന്ന് പറയാം. വെച്ചാൽ ഓരോ പോയിന്റിലും ടാൻജൻറ്റ് സ്പേസിലെടുത്ത് അവിടെയുള്ള എല്ലാ k of vയും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം എന്താണ്? സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം ഡെഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് ഇതിൻ്റെ കേസ്. ഓക്കെ, സോ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ k of p നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. k of p ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എന്താ പറയുക, ഇത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം. ഇതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് k of v ലെസ് ദാൻ 0 ഫോർ ഓൾ v, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പോയിന്റിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്നാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ k1 യൂസ് ചെയ്യുന്നതിന് പകരം kn എടുക്കും. ഓക്കെ, അപ്പോൾ kn എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലെസ് ദാൻ 0. kn of v എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലെസ് ദാൻ 0 ആയിട്ട് മാറും. അപ്പോൾ kn of ഇത് ഏറ്റവും വലുത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ k എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് കൺസിഡർ ചെയ്യും? സർഫസിൽ നിന്ന് നേരത്തെ പറഞ്ഞ ആറിലേക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഏതെങ്കിലും പോയിന്റിൽ അല്ലെങ്കിൽ kn ഓഫ് ഒരു പോയിന്റ് നമ്മൾ പി നോട്ട് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ k എന്ന് പറയുന്ന ഫംഗ്ഷൻ വേറെ ഏതെങ്കിലും പോയിന്റിൽ q എന്ന് പറഞ്ഞ പോയിന്റിൽ പോസിറ്റീവ് അസ്യൂം ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രഡിക്ഷനിലെത്തും. ഒരു നെഗറ്റീവും പോസിറ്റീവ് അസ്യൂം ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? kn ഓഫ് p ലെസ് ദാൻ 0 ഫോർ ഓൾ p ബിലോങ്സ് ടു s എന്നാണ് കിട്ടുക. ഇത് നേരത്തെ പറഞ്ഞ കോൺസിക്വൻസ് അനുസരിച്ച് kn ഓഫ് p എന്ന് പറഞ്ഞ k1 പറഞ്ഞ പോലെ തന്നെ kn ഓഫ് നേരത്തെ പറഞ്ഞ k ഓഫ് k ഓഫ് v1 k ഏറ്റവും വലുത് തന്നെ നെഗറ്റീവ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ k1 k2 k3 ഒക്കെ എല്ലാ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ k ഓഫ് p ലെസ് ദാൻ 0 ഫോർ ഓൾ i എന്ന് തന്നെ പറയാൻ പറ്റും. എല്ലാ k1 k2കളും ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റും എന്താണെന്ന് പറയാം, ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ 0 ആവില്ല എന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ അവിടെയും SP എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ്. സോറി, ഇത് ഈ പറയുന്ന എല്ലാ k of p നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് k1 n ഓഫ് v1 അല്ലെങ്കിൽ kn ഓഫ് we write this as k1 of this is k of v1 etc. This is always less than k2 of v1, k of v2 less than etc. less than kn of v, sorry k vn. ഈ kn നമ്മൾ വിളിക്കുന്നത് k of vn ആണ്. ഇതെല്ലാം ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ k of p പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, നോൺ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് ഏത് പോയിന്റ് എടുത്താലും അവിടെ ഡെഫിനിറ്റ് ആയിരിക്കും എന്നുള്ളത് കോൺവേഴ്സ്ലി നമുക്ക് പ്രൂവ് ചെയ്യാം.